Hi friends, welcome back to Sobha Tailors. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈനിങ് ചുരിദാറിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്, അതായത് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ പാർട്ട് 1 വെട്ടി വെച്ച ഫ്രണ്ട് പീസാണിത്. ഇത് നല്ല വശം മുകളിലാകുന്ന രീതിയിലാണ് വിരിച്ചിട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി ലൈനിങ് മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് പീസ് വിരിച്ചിടുക. ഫ്രണ്ട് പീസാണ് വിരിച്ചിടേണ്ടത്, കണ്ടോ? അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ ലൈനിങ് മെറ്റീരിയലിൻ്റെ സെൻറ്റർ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററുമായിട്ട് തന്നെ ജോയിൻ ചെയ്ത് വെക്കുക. അതേപോലെ വെക്കുക കേട്ടോ. ഇനി ഈ ഫാബ്രിക്സ്, അതായത് രണ്ട് ഫാബ്രിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ പിൻസ് സൈഡ്സിലെല്ലാം ഒന്ന് പിൻസ് കുത്തിവെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇത് ടേൺ ചെയ്തിടുക. അപ്പോൾ ഇത് ടേൺ ചെയ്തിടുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കഴുത്തിൻ്റെ ആ വർക്ക്. അപ്പോൾ അത് റെഡിമെയ്ഡ് ആയിട്ട് അവിടെ ഉണ്ട്, കണ്ടോ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് കഴുത്ത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വർക്ക് അതേപോലെ കിടപ്പുള്ളത് കൊണ്ട്, കഴുത്തിൻ്റെ ഷേപ്പ് അതേപോലെ കിടപ്പുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ആ ഒരു റൗണ്ട്, ഇതൊരു ബോട്ട്നെക്ക് കഴുത്താണ്, സോ അതങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഇനി ഇത് വരച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ വർക്കിനോട് ചേർത്ത് നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ, വരച്ചെടുക്കരുത്. കാരണം നമ്മൾ ഇത് ടേൺ ചെയ്യാനുള്ളതാണ്, മറുവശത്തേക്ക് ടേൺ ചെയ്യാനുള്ളതാണ്. സോ ഒരു 1/4 ഇഞ്ച് മാറ്റി ഇട്ട് ഇതേപോലെ കഴുത്തിന് ആ ഷേപ്പ്, അതേ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പൊ ഞാനത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ വരച്ച ആ പോർഷനിലൂടെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ വളവ് വരുന്ന പോർഷനൊക്കെ വരുമ്പം അത് കണ്ടോ, നമ്മൾ സൂചി കുത്തി നിർത്തി പതിയെ ഫാബ്രിക് തിരിച്ചു കൊടുത്ത് വേണം ആ വളഞ്ഞ ഭാഗമൊക്കെ നമ്മൾ ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ അങ്ങ് ചെയ്തങ്ങ് പോവുക. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ ആ അത്രയും പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത പോർഷൻ്റെ ഭാഗത്ത് നിന്ന് 1/4 ഇഞ്ച് മാറ്റി വേണം നിങ്ങളത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അതേപോലെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മൾ ഈ വെട്ടിയെടുത്ത ഭാഗം ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ഇത് നമുക്ക് ആവശ്യം വരും ബാക്ക് പോർഷൻ വെട്ടാനായിട്ട്. സോ അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക, നോച്ചിട്ട് കൊടുത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ നോച്ചസ്, അതായത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ കഴുത്തിലെ ചുറ്റും. ഇത് മറിച്ചെടുക്കാൻ ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തയ്ച്ച തയ്യലിൽ കീറി കട്ട് ചെയ്ത് പോകരുത്. അങ്ങനെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കഴുത്തിൽ കീറിപ്പോകാൻ സാധ്യതയുണ്ട്, ആ സ്റ്റിച്ച് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പൊ അത് ചെയ്തു കൊടുക്കുക. ഇത് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. ഇപ്പൊ റോങ് സൈഡിലാണ് ഫാബ്രിക് ഇരിക്കുന്നത്, സോ അത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കഴുത്തൊന്ന് സ്റ്റിഫായിട്ട് നല്ല വൃത്തിക്കിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് പീസ് ടേൺ ചെയ്ത് റോങ് സൈഡിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈനിങ് ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കിൻ്റെയും സൈഡ്സ് ഒരുമിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഒരു 1/4 ഇഞ്ച് മാറ്റിയിട്ട് ഈ സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പം നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തുണി മൂവ് ചെയ്ത് പോകത്തില്ല കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയാണ്. അപ്പോൾ തയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും നമുക്ക് ബാക്കി വരുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഒരു 1/4 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ സാധാരണ ആ രണ്ടും ഒരുമിച്ച് പിടിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ആ ഭാഗമാകുമ്പോൾ, അതായത് ഈ മൂലയാകുമ്പോൾ സൂചി കുത്തി നിർത്തി ഫാബ്രിക് തിരിച്ചിട്ട് വേണം, കണ്ടോ, ഫാബ്രിക് തിരിച്ചു കൊടുത്ത് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് വരുന്ന ഭാഗം വരുമ്പോൾ സൂചി കുത്തി നിർത്തി ഫാബ്രിക് തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ ഞാൻ രണ്ട് സൈഡും ദാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്, ലൈനിങ് ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും. ഇനി നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് എക്സസ് നിൽക്കുന്ന മെയിൻ ഫാബ്രിക്കിൻ്റെ പോർഷൻ കണ്ടോ, എക്സസ് ആയിട്ട് വല്ലതും നിപ്പുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ആം ഹോളിൻ്റെ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഇനി ലൈനിങ് ക്ലോത്തിൻ്റെ, മെയിൻ ക്ലോത്തിൻ്റെ അല്ല, ലൈനിങ് ക്ലോത്തിൻ്റെ അടിഭാഗം രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുക. കണ്ടോ, ഒന്ന് മടക്കുക, അതിനുശേഷം ഒന്നുകൂടെ മടക്കുക. അങ്ങനെ അടിഭാഗം മുഴുവനും ഇതുപോലെ മടക്കി അതിൻ്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ അടിഭാഗം ദാ ലൈനിങ് പാർട്ടിൻ്റെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ദാ ഈ നമ്മളിപ്പം തയ്ച്ച ആ ഫ്രണ്ട് പീസിനെ രണ്ടായിട്ട് ദാ ഇതുപോലെ മടക്കി വെക്കുക. മടക്കി വെച്ചതിന് ശേഷം എല്ലാ ഭാഗവും ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഒരേപോലെ വെച്ചതിന് ശേഷം നമ്മളിനി ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഷോൾഡർ പോയിന്റിൽ നിന്നും ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് ചരിച്ച് കട്ട് ചെയ്യുന്നതിനെയാണ് ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത്. അത് അതുപോലെ കട്ട് ചെയ്തെടുക്കുക, എന്നാലേ ഷോൾഡറിൻ്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. സോ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത നമ്മൾ ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസ് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും എടുത്ത് വെക്കുക. സോ അതെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാനുള്ളത് മെയിൻ ക്ലോത്ത് നല്ല വശം മുകളിലാവുന്ന രീതിയിൽ വിരിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ബാക്ക് പീസിൻ്റെ ലൈനിങ് പീസ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിടുക. അപ്പോൾ അങ്ങനെ അലൈൻ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ്സ് എല്ലാം പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നെക്കിൻ്റെ പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ ഫ്രണ്ട് പീസ് ചെയ്ത് വെച്ച കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞ്, അത് ആ ഭാഗം എടുക്കുക, നെക്ക് ലൈൻ്റെ പോർഷൻ എടുക്കുക. അത് എന്നിട്ട് നമ്മുടെ ബാക്ക് പീസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മുടെ നെക്ക് ലൈൻ്റെ സെൻറ്റർ കൊണ്ട് വയ്ക്കുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ വെച്ചു. അപ്പോൾ ബോട്ട് നെക്ക് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സെയിം മെഷർമെൻ്റ് എടുക്കുന്ന നെക്ക് ലൈന് വേണ്ടിയിട്ട് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നെക്ക് ലൈൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ കറക്റ്റ് മെഷർ അല്ല വരയ്ക്കേണ്ടത്. നെക്ക് ലൈനിൽ നിന്നും ഒരു 1/4 ഇഞ്ച് മാറ്റി, നമ്മൾ ആ വെച്ച ആ പീസിൽ നിന്നും ഒരു 1/4 ഇഞ്ച് മാറ്റി ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ബാക്ക് പീസിലും നമ്മൾ ബാക്കി എല്ലാ സ്റ്റെപ്സും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബാക്ക് പീസ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ കണ്ടോ, നെക്കിൻ്റെ ഒക്കെ ഭാഗം അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നല്ല വശമാണ് ഇരിക്കുന്നത് ബാക്ക് പീസിൻ്റെ കേട്ടോ, നല്ല വശമാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചു കൊടുക്കുക. ഫ്രണ്ട് പീസ് ഇതേപോലെ വെച്ചു കൊടുക്കുക. അതായത് രണ്ട് നല്ല വശവും കണ്ടോ, രണ്ട് നല്ല വശവും അഭിമുഖമായിട്ട് ഇരിക്കണം. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ സ്ലീവ്സ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എടുക്കുകയാണ്. സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്ലീവ്സിൻ്റെ അടിഭാഗം അത് കണ്ടോ, നമ്മൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം ചെയ്ത പോലെ തന്നെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ഈ സ്ലീവും ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മുടെ മെയിൻ ക്ലോത്ത് നല്ല വശം മുകളിലാകുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശമാണ്. ഇവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം അഭിമുഖമായിട്ട് വെക്കണം. എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ നമ്മുടെ ഷോൾഡർ ലൈനിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഇത് ഫ്രണ്ട് ആം ഹോൾ കർവാണ് നമ്മുടെ സ്ലീവിൻ്റെ. ഇത് നമ്മുടെ ബോഡി പോർഷൻ്റെ ഫ്രണ്ട് ആം ഹോൾ കർവുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വരണം.
ഇത് ബാക്ക് ആം ഹോൾ കർവ് ആണ്, ഇത് ബാക്ക് ആം ഹോൾ കർവ് ആണ്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് സെന്ററിൽ നിന്നും സ്റ്റിച്ച് ചെയ്യുക. സെന്ററിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് ഫസ്റ്റ് ഫ്രണ്ട് ആം ഹോൾ കർവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും സെന്ററിൽ വരിക. വീണ്ടും സെന്ററിൽ വന്നിട്ട് ഇനി ബാക്ക് ആം ഹോൾ കർവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ? അതേപോലെ തന്നെ ഇത് ചെയ്ത പോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സ്ലീവും ചെയ്തെടുക്കുക. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സ്ലീവിന്റെ സെന്റർ നമ്മൾ ഷോൾഡർ ലൈനിൽ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? കറക്റ്റ് ആയിട്ടുള്ള ആ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ? ഒരേ അകലത്തിൽ വേണം, അതായത് ഒരു 1/4 ഇഞ്ച് മാറ്റി, അല്ല 1/4 ഇഞ്ച് അല്ല 1/2 ഇഞ്ച് മാറ്റിയിട്ടാണ്, ഒരേ അകലത്തിൽ ആ 1/2 ഇഞ്ച് മാറ്റിയിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. വളരെ സ്ലോ ആയിട്ട് വളരെ പതുക്കെ ചെയ്താൽ മതി. ആ കർവ് പോർഷനൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെ ഫ്രണ്ട് ആം ഹോൾ കർവ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും സെൻറ്ററിൽ വന്നിട്ട് ബാക്ക് ആം ഹോൾ കർവും അതേപോലെ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഫ്രണ്ട് ആം ഹോൾ കർവും ബാക്ക് ആം ഹോൾ കർവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ബാക്ക് ആം ഹോൾ കർവും ചെയ്തെടുത്തത്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ചെയ്തെടുത്തതിന് ശേഷം കണ്ടോ കുറച്ച് എക്സസ് ആയിട്ടുള്ള ഫാബ്രിക് വരുന്നുണ്ട്. സോ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ? ആ എക്സസ് ആയിട്ടുള്ള ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എടുക്കുക. അപ്പോൾ നമ്മൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഫോൾഡ് ചെയ്യുക. റോങ് സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അലൈൻ ചെയ്യുക. അലൈൻ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സൈഡ്സ് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ സൈഡ്സ് ജോയിൻ ചെയ്യുന്നത് സ്ലീവ് തുടങ്ങിയാണ് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്നത്. അപ്പം സ്ലീവ് തുടങ്ങി നമ്മൾ ആ വരച്ച ആ പോയിന്റിൽ കൂടി ഹിപ്പിൻ്റെ ആ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ, അവിടം വരെ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. സോ അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഈ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവ് ലൂസ് അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ നിന്നും കണ്ടോ, അവിടെ നിന്നും സൈഡ് അങ്ങ് സ്റ്റിച്ച് ചെയ്തങ്ങ് പോവുക. പോയി ഇനി ആം ഹോളിൻ്റെ പോർഷൻ ആകുമ്പോഴത്തേക്കിനും നിങ്ങൾക്കറിയാൻ കണ്ട രണ്ടിൻ്റെയും ആ ആം ഹോൾ ജോയിൻ ചെയ്ത പോർഷൻ ഒരേപോലെ വരണം. അതല്ലെങ്കിൽ കയറി ഇറങ്ങിയും കിടക്കും. അപ്പോൾ അത് ഒരേപോലെ വെച്ച് നല്ലപോലെ പിടിച്ച് അതിനുശേഷം ബാക്കി പോർഷൻ നമ്മൾ ആ വരച്ച പോലെ തന്നെ ഹിപ്പ് വരെ ഇതേപോലെ തന്നെ ജോയിൻ ചെയ്ത് പോവുക. അപ്പോൾ ഹിപ്പിൻ്റെ പോയിന്റിൽ വരുമ്പം നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ? ഞാൻ ആ ഹിപ്പിൻ്റെ ആ പോയിന്റ് വരെയാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. കണ്ടല്ലോ? ഇനി അടുത്തത് നമ്മൾ ഇവിടെ നിന്ന് സ്ലിറ്റ് തയ്ക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്ലിറ്റിൻ്റെ പോർഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളത് അത് ഡബിൾ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്യുക എന്ന് പറയുമ്പം ആദ്യം നമ്മളതാ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം കണ്ടോ ഇങ്ങനെ ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക. കണ്ടോ? ഇതാണ് കറക്റ്റ്, ഇത്രയും ഭാഗമാണ് നമ്മൾ മടക്കേണ്ടത്. എന്നിട്ട് ആദ്യമേ ഒരു പ്രാവശ്യം ഇതേപോലെ അകത്തേക്ക് മടക്കുക. അതിനുശേഷം ഒന്നുകൂടി മടക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഹിപ്പിൻ്റെ അവിടം വരെയുള്ള പോർഷൻ മടങ്ങി കിട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ആ എഡ്ജിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് മേൽഭാഗം വരെ എത്തിക്കുക. ശേഷം ബാക്ക് പോർഷനും നമ്മൾ ഇതേപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന പോർഷൻ എടുക്കുക. ബോട്ടം പാർട്ടിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങേണ്ടത്. എന്നിട്ട് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. മേൽഭാഗം വരെ, അതായത് ഹിപ്പിൻ്റെ പോയിന്റ് വരെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ഹിപ്പിൻ്റെ പോയിന്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ? കറക്റ്റ് ഹിപ്പിൻ്റെ പോയിന്റ് അവിടെ വന്നിട്ടുണ്ട്. അവിടെ നിന്നും ഹിപ്പിൻ്റെ പോയിന്റിൻ്റെ അവിടെ നിന്നും ഒരു ഇഞ്ച് മേളിലോട്ട് കൂടി എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് സൂചി കുത്തി നിർത്തുക. ഫാബ്രിക് തിരിച്ച് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അതിനുശേഷം നമ്മളതാ ഈ ഭാഗം അതുപോലെ രണ്ടായിട്ട് മടക്കുക. മടക്കിയിട്ട് അതിൻ്റെ എഡ്ജ് പോർഷൻ വരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും സൂചി കുത്തി നിർത്തി ഫാബ്രിക് തിരിച്ചു കൊടുക്കുക. ഫാബ്രിക് തിരിച്ചു കൊടുത്ത് കണ്ടോ അത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ ഞാൻ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മറുഭാഗത്തെ സ്ലിറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ 2 സ്ലിറ്റും അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോട്ടം പാർട്ടൊന്ന് മടക്കി തയ്ക്കുക. അത് നമ്മൾ ലൈനിങ് ചെയ്തില്ലേ, ലൈനിങ് എങ്ങനെയാണോ മടക്കി തയ്ച്ചത് അതേപോലെ തന്നെ 2 പ്രാവശ്യം ഒന്ന് മടക്കി തയ്ക്കുക. ഇതുപോലെ ഒന്ന് മടക്കി അതിൻ്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഈ സൈഡും ചെയ്തെടുക്കുക, 2 ഭാഗവും ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.